വീട്ടുപറമ്പിലെ നാടൻ ഐറ്റം മാവ് കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പൂത്തത് കാണിച്ചു അത് നല്ല കായ പിടിച്ചിട്ട് കണ്ടോ നിറയെ കായ പിടിച്ചിട്ടുണ്ട്. ഇത് നാടൻ ഐറ്റമാണ്, അതായത് നമ്മൾ ഈ കുരു മുളപ്പിച്ചുകാണ്ട് നട്ട മാവാണ്. ചിലർ പറയും കുരു മുളപ്പിച്ച് നട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. അത് ഉണ്ടോ നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പൂത്ത സമയത്ത്. നിറയെ മാങ്ങ ഉണ്ടോ, നല്ല ക്വാളിറ്റി. ഇത് ഒരു നമ്മളൊരു എന്താ വെച്ചാൽ ഒരു ഈ നല്ല നാരുകളുള്ള മാവാണ്, മാങ്ങയാണ്. നിറയെ പൂവ് കഴിച്ചിട്ടുണ്ടോ, നിറയെ കൈ പിടിച്ചിട്ടുണ്ടോ. നല്ല ക്വാളിറ്റി മാങ്ങയാണ്, നിറയെ ഈ നാരുകളുള്ള മാങ്ങയാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താ ചോദിച്ചാൽ ഇതൊരു ജൂലൈയിലുള്ളൂ, മഴക്കാലത്താണ് ഇത് പഴുക്കുക. സാധാ മാങ്ങളൊക്കെ മെയ് മാസം ലാസ്റ്റോടുകൂടി നല്ല പഴുത്തിട്ട് എന്ത് ചെയ്യും, റെഡി ആവും. അത് ഏപ്രിൽ മെയ്യോടെ പഴുത്ത് ചാടണം. ഇത് ജൂൺ ജൂലൈയിലുള്ളൂ പഴുക്കുക മഴക്കാലത്ത്. പിന്നെ മാത്രമല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ കറുത്ത് നിൽക്കും തൊലി. പക്ഷെ നല്ല ടേസ്റ്റ് വേണം, നിറയെ കൊലയിൽ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു പരിപാടി കാണിച്ചാൽ നല്ല നിറയെ കായൽ കാണിച്ചിട്ടുണ്ടോ, കണ്ടോ നല്ല കൊലയായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മാവുകളൊക്കെ ഈ നമ്മുടെ നാട്ടിലെ പല ഐറ്റം മാവുകൾ കൊണ്ട് നടും. പക്ഷെ എല്ലാ മാവുകളും നമ്മുടെ ഓരോ പ്രദേശത്തിന് അനുയോജ്യമായിട്ടാണെങ്കിൽ നോക്കണം. ഇത് ഈ മാവ് എന്താണ് 100% എന്താണ് എന്താ പറയുക, കേരളത്തിലെ മലബാർ പ്രദേശത്തെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള മാവാണ്. നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട്. അത് ഈ മാവിന് ഏകദേശം 5 വയസ്സ് പ്രായമുള്ളൂ. കറക്റ്റ് 5 വർഷം മുമ്പാണ് കൊറോണൻ്റെ ഒരു സമയത്താണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അത് അണ്ടി മുളപ്പിച്ചിട്ടാണ്, മാവിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ട് നട്ടൊരു മാവാണ്. നിറയെ മാവ് പിടിച്ചിട്ടുണ്ട്. കുറച്ച് ചാടിയും കിടക്കുന്നുണ്ട്. ചാടലെന്തായാലും കുറച്ച് ചാടും, കാരണം എന്താ വെച്ചാൽ അതൊരു പ്രകൃതിൻ്റെ സംവിധാനം. അങ്ങനെ എല്ലാ മാങ്ങയുടെ എല്ലാം ഒരു കപ്പാസിറ്റി മാവിനുണ്ടാവില്ല. നിറയെ പിടിച്ചിട്ടുണ്ട്, നിറയെ കായ് പിടിച്ചിട്ടുണ്ടോ കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത പിന്നെ തൊട്ടടുത്ത് നല്ല വെയിലും കൊടുക്കുള്ള സ്ഥലം. തൊട്ടടുത്ത് മറ്റു മരങ്ങളൊന്നുമില്ല. ഇതൊരു വാഴ മാത്രമേ ഉള്ളൂ. വാഴ ഇതിൽ വെട്ടാനായിട്ടുണ്ട്, വാഴ മൂത്തിട്ടുണ്ട്, വെട്ടാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ പറയാനുള്ള കാരണം, ഈ മാവ് നടുന്ന സമയത്ത് നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ മാവുകൾ നടാൻ ശ്രമിക്കുക. കഴിയുന്നതും നാടൻ ഐറ്റം നട്ടുപിടിപ്പിക്കുക. നാടൻ ഐറ്റം ആകുമ്പോൾ പ്രത്യേകിച്ച് കേടുകളൊന്നും ഉണ്ടല്ലോ. മറ്റേത് ഈ ബഡ് ചെയ്ത മാവാകുമ്പോൾ ചില ഈ മറ്റേ കമ്പ് ചീയൽ വരും. കമ്പ് ചീയലെന്ന് വെച്ചാൽ കൊമ്പളൊക്കെ ഉണങ്ങി പോകാറൊക്കെ ഉണ്ടത്. ഇതാണ് ഈ നാടനാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള മാങ്ങയാണ്. പിന്നെ ഏകദേശം നല്ല മാങ്ങപ്പോൾ ഏകദേശം ഒരു വിരിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടുള്ളത്. 2 ആഴ്ച ആയിട്ടില്ല. കണ്ടോ നിറയെ ഉണ്ട്. കണ്ടോ ഈ കൊലയിൽ കണ്ടോ 3, 6, 9, 12, 15, 17 മാങ്ങണ്ട ഒറ്റ കൊലയിൽ. കണ്ടോ ഇത് ഏകദേശം ഒരു 17-ൽ 10 പിടിക്കും അത്. പിന്നെ എന്തെങ്കിലും മാങ്ങ എന്ത് ചെയ്യുക, നല്ല സൈസ് കൂടിയിട്ടൊരു വീഡിയോ ചെയ്യുക. അപ്പം എന്ത് ചെയ്യുക, പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള മാവുകൾ നട്ടുപിടിപ്പിക്കുക. മരത്തിൽ നമ്മൾ നഴ്സറി കാണുന്ന പല മാവുകളും എന്ത് ചെയ്യുക, നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ മാവുകളല്ല. ശ്രദ്ധിക്കണം എന്നാണ്, നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായ മാവാകുമ്പോൾ എന്ത് ചെയ്യും, നല്ല ക്വാളിറ്റിയിൽ അത് കായ്ക്കും. പിന്നെ മാക്സിമം കായ് പിടിക്കും. മാത്രമല്ല കീടബാധ അധികം ഏൽക്കില്ല. പിന്നെ അത്ര നല്ല ഒരു എന്ത് ചെയ്യുക, ഒരു ഒറിജിനാലിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ബഡീനകൾ നല്ലതെന്താണ്, നാടൻ ഐറ്റം നല്ല ഐറ്റം തിരഞ്ഞു നോക്കിയിട്ട് നടാം. ഓക്കെ, താങ്ക് യു. മറ്റു വീഡിയോ അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.